Hello dears, welcome back to Xylem Learning. It's me, Adarsh. മകളെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പല കുട്ടികളെയും കുഴക്കുന്ന ഒരു ചോദ്യമാണിത്. എന്നാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് Xylem Class 8 എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. നോക്കാം. A 100 rupee note was changed to 10 and 20 rupee notes. എന്താണ് 100 രൂപയെ ചില്ലറയാക്കിയിട്ടുണ്ട്, 10 രൂപ നോട്ടുകളും 20 രൂപ നോട്ടുകളുമാക്കി മാറ്റിയിട്ടുണ്ട്. ആകെ 7 നോട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര 10 രൂപ ഉണ്ട്, എത്ര 20 രൂപ നോട്ടുകളുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? നമുക്കറിയില്ല എത്ര 10 രൂപ നോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നു 10 രൂപ നോട്ടുകളുടെ എണ്ണം x ആണ്. ലെറ്റ് x ബി ദ നമ്പർ ഓഫ് 10 rupee notes. അങ്ങനെയാണെങ്കിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം x എന്ന് നമ്മൾ എടുത്താൽ ആകെ എത്ര നോട്ട് ഉണ്ട്? 7 അല്ലേ? ആകെ 7 നോട്ടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 10 രൂപയാണെങ്കിൽ 20 രൂപ നോട്ടുകൾ എത്ര ഉണ്ടാകും? 5 എണ്ണം ഉണ്ടാകും. 7ൽ നിന്ന് 2 കുറച്ചാൽ മതി. അതല്ലേ നമ്മുടെ ലോജിക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് 20 rupee നോട്ട്സ്, 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? 10 രൂപ നോട്ടുകളുടെ എണ്ണം നമുക്കറിയില്ല, അത് നമ്മൾ x എന്നെടുത്തു. 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാ മക്കളെ? 20 രൂപ നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 മൈനസ് x അല്ലെ? ആകെ 7 നോട്ടുണ്ട്, അതിൽ നിന്ന് 10 രൂപ നോട്ടുകളുടെ എണ്ണം കുറച്ചാൽ മതി. ഇനി എത്ര രൂപയാണ് ചില്ലറയാക്കിയത്? 100 രൂപ. ശരിയല്ലേ? 100 രൂപയാണ് നിങ്ങൾ ചില്ലറയാക്കിയത്. എത്ര 10 രൂപ നോട്ടുണ്ട്? x. എത്ര 10 രൂപ നോട്ടുണ്ട്? x. അപ്പോൾ x ഇൻറ്റു 10 ആണ് 10 രൂപ നോട്ടുകളുടെ മൂല്യം അല്ലേ? ഇപ്പം 4 10 രൂപ നോട്ടുണ്ടെങ്കിൽ 4 ഇൻറ്റു 10 40. അതേപോലെ x 10 രൂപ ആയതുകൊണ്ട് x ഇൻറ്റു 10. ശരിയല്ലേടാ? ലോജിക്ക് കറക്റ്റ് അല്ലേ? x ഇൻറ്റു 10 പ്ലസ് 20 രൂപ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? 20 രൂപ നോട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? 7 മൈനസ് x. ശരിയല്ലേ? ആകെ 7 നോട്ടുകൾ, അതിൽ x എണ്ണം 10ഉം 7 മൈനസ് x എത്രയാണ്? 20 രൂപ നോട്ടുകളുമാണ്. സോ x ഇൻറ്റു 10 പ്ലസ് 20 ഇൻറ്റു 7 മൈനസ് x. ഓക്കെ ആണോ? 100 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു x. അങ്ങനെ എഴുതാം. 10 ഇൻറ്റു x. 10ന്റെ x നോട്ടുകൾ. അപ്പൊ 10 ഇൻറ്റു x. 10ന്റെ 4 നോട്ടായിരുന്നെങ്കിൽ 10 ഇൻറ്റു 4 40. 20ന്റെ 5 നോട്ടായിരുന്നെങ്കിൽ 20 ഇൻറ്റു 5 എത്ര വരൂ? 100 എന്ന് വരും. പക്ഷേ നമുക്ക് അറിയാം 20 5 എണ്ണം ഒന്നും ഉണ്ടാവില്ല. നോക്കാം, ഇത് സോൾവ് ചെയ്യണം. ഇനി നമ്മളുടെ മുന്നിലുള്ള സ്റ്റെപ്പ് അതാണ്. നോക്കിക്കോ, 10 ഇൻറ്റു എക്സ്, അതിനെ നമുക്ക് 10x എന്ന് എഴുതാം. 10 ഇൻറ്റു എക്സ് എന്നുള്ളതിനെ 10x എന്ന് എഴുതാം. പ്ലസ് 20 ഇൻറ്റു 7. 20നെ 7 കൊണ്ട് ഗുണിച്ചാൽ മക്കളെ എത്ര കിട്ടുക? 20 ഇൻറ്റു 7 140 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി 20 ഇൻറ്റു എക്സ് ചെയ്യണം. ഇവിടെ നടുവിൽ എന്തുണ്ട്? മൈനസ്. ആ മൈനസ് ഇടുക. 20 ഇൻറ്റു എക്സ് എത്രയാണ് മക്കളെ? 20x. ശരിയാണല്ലോ? സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100 ഈസ് ഈക്വൽ ടു 10x പ്ലസ് 140 മൈനസ് 20x. ഇനി ചെയ്യുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ x ഒക്കെ ഒരു സൈഡിലേക്കും x ഉള്ളതൊക്കെ ഒരു സൈഡിലേക്കും നമ്പർ ഒക്കെ വേറൊരു സൈഡിലേക്കും മാറ്റും. എങ്ങനെയാണെന്നല്ലേ? നോക്കാം. ശ്രദ്ധിക്കണേ, വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നോക്കിക്കോ, ഇവിടെ മൈനസ് 20x കാണുന്നുണ്ടല്ലോ. ആ മൈനസ് 20xനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം. 100ന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് മൈനസ് 20x എന്നുള്ളത് പ്ലസ് 20x ആവും. ശരിയല്ലേ? പ്ലസ് 20x ആകും. അതേപോലെ ഈ 10xനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 10xനെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു, 100ന്റെ സൈഡിലേക്ക്. അപ്പം മൈനസ് 10x ആകും. അപ്പോൾ ബാക്കി ഇവിടെ 140 മാത്രമല്ലേ ഉണ്ടാവൂ? 140 മാത്രമേ ഉണ്ടാവൂ. ഇനി 20x നിന്ന് 10x പോയാൽ ബാക്കി എത്രയാ? 20 മാങ്ങയെന്ന് 10 മാങ്ങ പോയാൽ ബാക്കി 10x. ശരിയല്ലേ? 10x. സെറ്റാണ്. 10x. ഈ 100നെ ശ്രദ്ധിക്കുക, ഈ 100നെ ഞാൻ 140ന്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 140 മൈനസ് 100. ശരിയല്ലേ? 140 മൈനസ് 100. സെറ്റ് ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? 100ൽ നിന്ന്
സോറി 140 നിന്ന് 100 കുറച്ചാൽ 40. ശരിയല്ലേ? 10x എന്ന് പറയുന്നത് നിങ്ങൾക്ക് 40 എന്ന് കിട്ടും. 10x 40 ആണെങ്കിൽ x എത്രയാ? 10നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ നിങ്ങൾക്ക് 40 കിട്ടുക? അതാണ് ലോജിക്. സോ x എത്രയാണ്? 40/10 which is equal to 4 എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് ആണല്ലോ. x 4 ആണെന്ന് നമുക്ക് കിട്ടി. x എന്ന് പറഞ്ഞാൽ 10 രൂപ നോട്ടുകളുടെ എണ്ണമല്ലായിരുന്നോ മക്കളെ? 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാ? 4 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 20 രൂപയുടെ എത്ര നോട്ടുകളുണ്ട്? 20 രൂപ നോട്ടുകളുടെ എണ്ണം 7ൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പോൾ 3 ആണ് അല്ലേ? നോക്ക്, 4 10 രൂപ. ആൻസർ ശരിയാണെന്ന് നോക്കാം. 4 എണ്ണമാണ് 10 രൂപ അല്ലേ? 3 എണ്ണമാണ് 20. കൂട്ടി നോക്ക്, 4 10 40 പ്ലസ് 3 20 60 അല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ 100 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അത് ശരിയാണ്. സോ നമ്മൾ കണ്ടുപിടിച്ചു എത്ര നോട്ടുകളാണുള്ളത്? 4 10 രൂപ നോട്ടുകളും 3 20 രൂപ നോട്ടുകളുമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.